അപ്പൊ കൂട്ടരെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മുളക് കറിയാണ് കേട്ടോ. നമ്മളെ സ്റ്റൈലിലല്ല, നമ്മൾ തമിഴ്നാട് സ്റ്റൈലാണ് അതൊന്ന് പിടിച്ചിരിക്കുന്നത്. നല്ല കിടുക്കാച്ചി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഇതാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കൂട്ടരെ. ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. നോക്കിയാലോ നമുക്ക് വീഡിയോ. ആദ്യം നമുക്ക് ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം നമുക്കതിനകത്ത് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 മുറി സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന തമിഴ്നാട് സ്റ്റൈലായതുകൊണ്ട് ഈ സവാളയൊക്കെ അവർ ചേർക്കും. അതുകൊണ്ട് നമുക്ക് സവാള കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനാണ് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പച്ചമുളക് മാറി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ ചെയ്ത മുളക് പൊടിയാണ്, നല്ല എരിവുള്ളതാണ്. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെയും പച്ചമണം മാറുന്നത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പിഴുപുളി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം എത്ര വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരച്ച ജാറിനെ തന്നെ കുറച്ച് വെള്ളം അങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക്. ഇനി നല്ലോണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി നല്ലോണം തിളച്ച് നല്ല ഗ്രേവിയൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ ചൂര എടുത്തതേ ഉള്ളൂ. അപ്പോൾ മീനെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് വീണ്ടും നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് ഇത് ഇറക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ